മഞ്ജു വാര്യരും ശ്രീകുമാരൻ മേനോനും തമ്മിലുണ്ടായിരുന്ന സൗഹൃദവും ഇവർ തമ്മിൽ അകന്നതും സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ്. മഞ്ജുവിനെ വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കാണുന്നത് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന പരസ്യചിത്രത്തിലൂടെയാണ്. പിന്നീട് ഇദ്ദേഹം സംവിധാനം ചെയ്ത ഒടിയൻ എന്ന ചിത്രത്തിലും മഞ്ജു നായികയെത്തി. ഇവർക്കിടയിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് നമുക്കറിയാമോ? ഒരു നടിക്ക് തൻ്റെ സംവിധായകരോട് വളരെ അടുത്ത് പഴകേണ്ടി വരുന്നതും സംസാരിക്കേണ്ടി വരുന്നതും സ്വാഭാവികമാണ്. എന്നാൽ അതിനെ അവർ മറ്റു രീതിയിൽ കണ്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെയും സംഭവിച്ചത് മറിച്ചല്ല. തമാശ പറയുകയും അടുത്തിടപഴകുകയും ചെയ്തപ്പോൾ ആ സംവിധായകൻ അവരെ തെറ്റിദ്ധരിച്ചേക്കാം. മഞ്ജുവിൻ്റെ പെരുമാറ്റത്തിൽ ഇവർ വേറെ മാനം കണ്ടപ്പോൾ അത് തിരിച്ചറിഞ്ഞ മഞ്ജു അവരുടെ സമീപത്തിൽ മാറ്റം വരുത്തി. അതിൽ അഹിഷ്ണുത തോന്നി അവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ അവരുടെ പേരിന് കളങ്കം വരുത്തുന്ന രീതിയിൽ അപവാദങ്ങളും ചേർത്ത് നടത്തി. ഇതിനെതിരെ മഞ്ജു വാര്യർ പോലീസിനെ സമീപിച്ചത്. ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് വെറും കൈയോടെ പടിയിറങ്ങിയ മഞ്ജുവിന് അമിതാഭ് ബച്ചനോടൊപ്പം പരസ്യചിത്രത്തിൽ ആദ്യ അവസരം നൽകിയതും ആളാണ് സംവിധായകനായ ശ്രീകുമാരൻ മേനോൻ. ആ പരസ്യചിത്രം ഹിറ്റായി എന്ന് മാത്രമല്ല, മഞ്ജുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യ ചിത്രം ഹൗ ഓൾഡ് ആർ യുവിനും വമ്പൻ ഹിറ്റായി മാറി. എന്നാൽ ശ്രീകുമാരൻ മേനോൻ സംവിധാനം ചെയ്ത മോഹൻലാലും മഞ്ജു വാര്യരും അഭിനയിച്ച ഒടിയൻ എന്ന സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടതുമില്ല. അത് പ്രേക്ഷകരെ വിമർശനത്തിനും വഴിവെച്ചിരുന്നു. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടേ ഇവരുടെ സൗഹൃദത്തിന് ഉലച്ചിത്തട്ടി പറയപ്പെടുന്നു. ഷൂട്ടിംഗ് പൂർത്തിയായോടെ ഇവരുടെ സൗഹൃദത്തിന് വിരാമമുണ്ടായി. പിന്നീടുണ്ടായ കേസും കോലാഹലങ്ങളും വന്ന വഴിക്ക് പോയി. അവസാനം അല്പം കഞ്ഞിയെടുക്കട്ടെ എന്ന് ചോദിച്ച് മഞ്ജുവും അവരെ വഴിക്ക് പോയി എന്നാണ് പറയുന്നത്. സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജുവിനെ ശല്യം ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു.